ഇപ്പൊ ഒരു കല്യാണം കഴിയുമ്പോഴേ സാധാരണക്കാരായ ആ ഫാമിലി കടത്തിലാവാണ് ചെയ്യുന്നത്. കല്യാണം കഴിയുമ്പോഴത്തേക്കും അവർക്ക് വലിയൊരു ബാധ്യത വരികയാണ്. പൈസ ഉള്ള ആൾക്കാർ ഇങ്ങനെ പൈസ പൊട്ടിക്കുമ്പോൾ ഈ സാധാരണക്കാരായ ആൾക്കാർക്ക് പൊട്ടിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം അങ്ങനെയാണല്ലോ നമ്മളെ ചുറ്റിലുള്ള ആൾക്കാർ എങ്ങനെയാണ് നടക്കുന്നത് അതുപോലെ നടക്കാനാണല്ലോ നമുക്ക് ശ്രമിക്കാം. ഒരു കല്യാണമാണ് കഴിയുമ്പോൾ ആ ഒരു കപ്പിളോ അല്ലെങ്കിൽ ഓരോ ഫാമിലിയോ ഒക്കെ ആണ് ഈ കടത്തിൽ മുങ്ങണത്. കാരണം കല്യാണം കഴിഞ്ഞാൽ സമാധാനമായിട്ട് ജീവിക്കേണ്ട ഒരു കാര്യമാണല്ലോ. ഇപ്പോഴത്തെ രീതിയിൽ കല്യാണക്കാട് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ബാധ്യത ആ രണ്ടാൾക്കാർക്ക് വരികയാണ്, അല്ല ആ ഫാമിലിക്ക് വരികയാണ്. പിന്നെ അങ്ങോട്ടേക്ക് സമാധാനം സന്തോഷം ഒന്നും ഉണ്ടാവില്ല. ഈ കടം തീർക്കാൻ അങ്ങ് നടക്കേണ്ടി വരും. ഒട്ടുമിക്ക ആൾക്കാർക്ക് പേടിയാണ് കല്യാണം കഴിക്കാൻ. കാരണം അത്രയും വലിയൊരു ബാധ്യത വഹിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഈ ഒരു ഇത് മാറ്റിയാൽ പോരെ? ഈ ഇങ്ങനെ വലിയ രീതിയിലുള്ള കല്യാണം കഴിച്ചിട്ട് നമുക്കൊന്നും നേടാനൊന്നുമില്ല അല്ലേ? കുറേ പൈസ അങ്ങനെ പോകാന്നല്ലാതെ ഇതൊക്കെ എന്താണ് നമ്മളെ ഈഗോന്റെ പ്രശ്നമല്ലേ? അത് നാട്ടുകാരെന്ത് വിചാരിക്കും, കുടുംബക്കാരെന്ത് വിചാരിക്കും എന്നൊക്കെ ഉള്ള ഒരു ഈഗോന്റെ ഒരു വിഷയം മാത്രമല്ലേ ഇത്? എല്ലാവരും ഒരു സാധാരണക്കാരന് സന്തോഷത്തോടെ കല്യാണം കഴിച്ച് വലിയൊരു ബാധ്യത ഇല്ലാത്ത രീതിയിൽ ഇതൊക്കെ ഒതുക്കാൻ പറ്റിയ സംഗതിയാണ്. ഞാനിപ്പോൾ ഈ ഒരു കാര്യം പറയുമ്പോഴും പലർക്കും ഇഷ്ടപ്പെടാനുണ്ടാവില്ല. കാരണം ഇതൊക്കെ ഒരുപാട് അനുഭവിക്കുന്ന ഒരാൾക്കാരുണ്ട്. കാരണം ഇത്രയും വലിയൊരു ബാധ്യത തലയിൽ വെച്ചിട്ട് നല്ലൊരു ഈ സമാധാനം സന്തോഷമൊക്കെ പോയി ഫുള്ള് കടത്തിലായിട്ട് നടക്കുന്ന പല ആൾക്കാരും ഉണ്ട്. ഒരു കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ സന്തോഷമായിട്ട് നല്ലൊരു കുടുംബം വഹിക്കേണ്ട ഒരു സംഗതി, അതിന് പകരം വലിയൊരു കടം വഹിക്കേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു അവസ്ഥ തന്നെയല്ലേ? ശരിക്കും ഒരു കല്യാണം നടത്തുക എന്ന് പറഞ്ഞാൽ വലിയ ചിലവൊന്നും ഇല്ലാത്ത കേസല്ലേ? നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുതാക്കൊക്കെ ചെയ്യാം. പക്ഷെ നമ്മൾ ഈഗോന്റെ പ്രശ്നമാണ്. നമ്മൾ ഈഗോ മാറ്റി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളത്.